എല്ലാവർക്കും പ്രഭാതവന്ദനം. നമുക്ക് നമ്മുടെ വചനത്തിലേക്ക് പോകാം. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന വചനം 18 സങ്കീർത്തനം 29 വാക്യത്തിൽ കണ്ടു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ഗോഡ് ഐ ക്യാൻ ക്ലൈംബ് ഓവർ എ വാൾ. ഇന്നൊരു പ്രത്യേക ചിന്തയാണ് കർത്താവ് നമ്മോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിതാണ്: മതിൽ ഇടിക്കണോ അതോ മതിൽ ചാടണോ? ആരംഭത്തിൽ പറഞ്ഞിരുന്നു മതിൽ ചാടുക എന്നുള്ളതിന് വേറൊരർത്ഥമുണ്ട്, നിയമലംഘനം എന്നൊരർത്ഥമുണ്ട്. ഇവിടെ ആ അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. യുദ്ധവും ആക്രമിക്കലും അതിക്രമിക്കലും ഒക്കെ നടക്കുന്ന അന്തരീക്ഷത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ ഓവർകം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ മതിലിനോടുള്ള ബന്ധത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൽ ഒരു വലിയ സംഭവമുണ്ട്. ആ മതിൽ പടുകൂറ്റൻ മതിലാണ്. അങ്ങനെ ഒരു മതിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വായനയിൽ നിന്ന് കിട്ടിയ അറിവ്, മതിലിൻ്റെ മുകള് നാഷണൽ ഹൈവേയുടെ വലിപ്പമാണ്, നാഷണൽ ഹൈവേയുടെ വീതിയാണ്. അങ്ങനെയാണ് വായനയിൽ നിന്ന് കിട്ടുന്ന അറിവ്. ബൈബിളിൽ കിട്ടുന്ന അറിവ് അതിൻ്റെ മുകളിൽ ആളുകൾ താമസിച്ചിരുന്നു എന്നാണ്. അത്രയും പറഞ്ഞ ആ ഭാഗം വിടട്ടെ. ആ മതിൽ ഇസ്രയേൽ മക്കളുടെ പ്രാർത്ഥനയാലും സ്തുതിയാലും ഇടിഞ്ഞു വീണെന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ എന്താ ഇടിക്കാത്ത? ആ ഒരൊറ്റ ചിന്ത പങ്കുവയ്ക്കാം. മതിലിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ പവർ, ശക്തി മതിലിലേക്കാണ് പാസ് ചെയ്യുന്നത്. ശരിയാണല്ലോ? എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി കാലിലേക്കാണ് പാസ് ചെയ്യുന്നത്. ആരുടെ? ദാവീദിൻ്റെ. ഇന്നലെ പറഞ്ഞു എന്നാ എൻ്റെ ഓർമ്മ, ഒന്നുകൂടെ പറയാം. ഒരു മനുഷ്യനും ഗോവണി വെച്ചാൽ പോലും കയറാൻ പറ്റാത്ത മതിലുകളാണ് ഈ പറയുന്ന മതിലുകൾ. കാരണം ഇത് സുരക്ഷിതത്വത്തിന് വേണ്ടി പണിതല്ലേ. ജയിലിൻ്റെ മതിൽ ചാടാൻ പറ്റുമോ? അതുപോലെയുള്ള മതിലാണ്. അപ്പോൾ അവിടെ ദാവീദിന് ചാടാൻ കഴിഞ്ഞെങ്കിൽ ദാവീദിന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഒന്നാമത്, അവൻ്റെ മനോധൈര്യം വർദ്ധിച്ചു, കോൺഫിഡൻസ് ലെവൽ അപ്പ് ചെയ്തു, ഉയർന്നു. 2, അവൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് വർദ്ധിച്ചു, സംശയമില്ല. 3, നാളെ ഒരു മതിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ അവനത് നിസ്സാരമായിട്ട് തോന്നും. എന്തുകൊണ്ടെന്നാൽ ദൈവശക്തി ഇവിടെ അപ്ലൈ ചെയ്തത് വ്യക്തിയിലേക്കാണ്, കല്ലിലേക്കല്ല. ഇതിനകത്തുള്ള മെയിൻ സന്ദേശം ഇതാണ്: ദൈവമേ, എൻ്റെ പ്രശ്നത്തെ നീ തൊടണമേ എന്ന പ്രാർത്ഥന നിർത്തിയിട്ട് ദൈവമേ എന്നെ ശക്തീകരിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലാകാൻ ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മുടെ മുമ്പിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത മനുഷ്യരും കാണും. പക്ഷെ അവരെ ഒന്നുമല്ല ദൈവം തൊടേണ്ടത്. എന്നെ ദൈവം ഒന്നുകൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്താൽ ഈ മനുഷ്യൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയും. പിതാവേ, ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തൊടണമേ, ശക്തീകരിക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.